ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കേ ഒരു രസം ഉണ്ടാക്കാം. അപ്പം നമുക്കത് കണ്ടാലോ? 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ചുമന്നുള്ളി ഒരു 3-4 കഷ്ണം, പച്ചമുളക് ഒരെണ്ണം, വെളുത്തുള്ളി, ഇഞ്ചി 3-4 കഷ്ണം വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചി 1 കഷ്ണമുണ്ട്. ഇതെല്ലാം ചതച്ച് വെച്ചിരിക്കുവാണ്. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. കടുകൊക്കെ ഇവിടെ പൊട്ടുന്നുണ്ട്. ഒന്ന് ചതക്കിയാകാവൂ. ഈ പരുവത്തിൽ നിൽക്കണം. ഉള്ളി ഇഞ്ചിയൊക്കെ ഇവിടെ മൂത്ത് വരുന്നുണ്ട്. അതിലേക്കിടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ജീരകം, ശകലം മഞ്ഞൾപ്പൊടി, 2 വറ്റൽമുളക്, മല്ലി ഇത്രയും കൂടെ പൊടിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. നല്ല ജീരകം, മല്ലി, മഞ്ഞൾ പൊടി ശകലം ഇത്രയും ഞാൻ പൊടിച്ചിവിടെ വെച്ചിരിക്കുകയാണ്. ഇത് ഇതിലേക്ക് ചേർക്കാനാണ്. വലിയ 3 തക്കാളി നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങി അതിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ആ തോല് നമ്മൾ കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ തോല് കളഞ്ഞതിന് ശേഷം മുറിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. തക്കാളി രസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മാത്രം മൂത്താൽ മതി. ഇനി ഇതിലേക്ക് ഈ തക്കാളിക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിലൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. നമ്മുടെ തക്കാളി ഇവിടെ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, 2 വറ്റൽമുളക് പൊടിച്ചത്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയാണ് ഇതിനകത്തുള്ളത്. നല്ല ജീരകവും 1 സ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരുമിച്ച് ഇതെല്ലാം കൂടെ ഇട്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണം. ഇത്രയും മതി. ഇനി കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി 1 പിഞ്ച് അളവിൽ. അപ്പം ഈ പൊടികളെല്ലാം ഇവിടെ മൂത്തിട്ടുണ്ട്. നല്ല ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെ എല്ലാം മണം ഇവിടെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തക്കാളിക്ക് പുഴുങ്ങിയ വെള്ളമാണിത്. പുഴുങ്ങി അത് തോല് കളഞ്ഞ് വെച്ചേക്കുന്ന വെള്ളമാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മളെ അടിപൊളി രസം ഇപ്പോൾ ഇവിടെ റെഡിയാവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പുളി, തക്കാളിക്ക് 3 എണ്ണം ഉണ്ട്. അതുകൊണ്ട് പുളി വളരെ കുറച്ച് മതി. ഇത്തിരി പുളിയായിപ്പോയാൽ കൊള്ളത്തില്ല. നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. രസമൊക്കെ ഇവിടെ തിളച്ചു. അധികം തിളച്ച് പോകരുത്. ഇനി 1 പിഞ്ചളവിൽ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായം ഇട്ട് കൊടുക്കാം. നമ്മുടെ രസം ഒന്ന് തുറന്ന് നോക്കാം. നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിളച്ച് പോരുത്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നമ്മൾ നല്ലതുപോലെ ചേർക്കണം. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കുകയോ ചെയ്യരുത്. ഒന്ന് ചൂടായാൽ മതി. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ തക്കാളിക്ക് നമ്മൾ മുഴുവനെ ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങി ആ തൊലി കളഞ്ഞതിന് ശേഷമേ നമ്മൾ രസത്തിൽ ചേർക്കാവൂ. എല്ലാവരും അതേപടി എടുത്ത് കഴിക്കും. അതുകൊണ്ട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കിയേക്കണം. അപ്പം പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടല്ലോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.